സൺഡേ ശാലോമിലേക്ക് സ്വാഗതം. ഞാൻ ജോസ് ജോൺ മല്ലികശ്ശേരി. കുറച്ച് ദിവസങ്ങളായി നമ്മൾ പത്രങ്ങളിൽ കാണുന്ന ഒരു വിഷയമാണ് തായ്ലാൻഡും കംബോഡിയയും തമ്മിലുള്ള ബോർഡർ ഇഷ്യൂ. ഈ കംബോഡിയ എന്നൊക്കെ പറഞ്ഞാൽ എവിടെയോ ആഫ്രിക്കയിലുള്ള സ്ഥലമാണ് എന്നൊക്കെ ധരിക്കുന്ന ആളുകളുണ്ട് എന്ന് ഈ ദിവസങ്ങളിലെ ചില സംസാരങ്ങളിൽ നിന്ന് എനിക്ക് മനസ്സിലാവാനിടയായി. കഴിഞ്ഞ ഒരു ദിവസം ഒരു വാട്സാപ്പിൽ വന്ന ഒരു മെസ്സേജ്, ഒരു 10-25 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളുടെ കൂടെ ക്ലാസ് റൂമിൽ വെച്ച് ഏർപ്പെടുന്ന ഒരു ഡിസ്കഷൻ, ഒരു തമാശകളി. അപ്പോൾ അതിനിടയിലൂടെ ആരും അറിയാതെ വീഡിയോ പിടിച്ചെടുത്തിട്ടതാണ്. ഈ പയ്യനോട് ചോദിക്കുന്നു, കേരളത്തിലെ സംസ്ഥാന ജില്ലകളുടെ പേര് പറയാമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം കണ്ണൂർ എന്നാദ്യം പറയുന്നുണ്ട്. പിന്നെ തപ്പിക്കളിച്ച് കുറച്ച് കഴിഞ്ഞിട്ട് ഇരിട്ടി, പിന്നെ തലശ്ശേരി, കോഴിക്കോട്, വയനാട്, പയ്യന്നൂർ എന്നിങ്ങനെ അദ്ദേഹം പറയുന്നുണ്ട്. കോഴിക്കോടിനെ തെക്കോട്ടുള്ള ഏതെങ്കിലും ഭാഗങ്ങൾ അദ്ദേഹത്തിന് പറയാൻ കഴിഞ്ഞില്ല. മാത്രമല്ല, അദ്ദേഹത്തെ സംബന്ധിച്ച് ഇരിട്ടിയും തലശ്ശേരിയും പയ്യന്നൂരും ഒക്കെ ജില്ലകളാണ്. അപ്പോൾ ഇത്തരത്തിലാണ് നമ്മളുടെ ആളുകളുടെ പൊതുവിജ്ഞാനം പോകുന്നത് എന്നുള്ളത് വളരെ സങ്കടകരമായ കാര്യമാണ്. അപ്പം അത് വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഈ കംബോഡിയ തായ്ലാൻഡ് ഇഷ്യൂ ഇതെന്താണെന്ന് ഒന്ന് പറയാമെന്ന് ഞാൻ വിചാരിച്ചു. ഇതിൻ്റെ ജിയോഗ്രാഫിക് ലൊക്കേഷൻ ഒന്ന് അറിയുന്നത് നല്ലതാണ്. എവിടെയാണ് ഈ തായ്ലൻഡ്, കംബോഡിയ ഈ രാജ്യങ്ങളൊക്കെ നിൽക്കുന്നത്? നമ്മളുടെ ഇന്ത്യയുടെ മാപ്പ് എടുത്ത് നോക്കുമ്പോൾ ഇന്ത്യയുടെ നോർത്ത് ഈസ്റ്റ് എന്ന് നമ്മൾ വിളിക്കുന്ന പ്രദേശങ്ങളുണ്ടല്ലോ, ഈ അടുത്ത കാലത്ത് വലിയ പ്രശ്നമൊക്കെ ഉണ്ടായ മണിപ്പൂര്, അപ്പം അത് കഴിഞ്ഞ് ആസാം അങ്ങനെ നീണ്ടു കിടന്ന് ബോർഡറിലേക്ക് എത്തുന്നു. അരുണാചൽ പ്രദേശ് മുകളിൽ ചൈനയുമായിട്ട് ബോർഡർ ഉണ്ടാക്കുന്നു, ഇപ്പുറത്ത് ബർമയുമായിട്ട്. അപ്പം നമുക്ക് ബർമയിലേക്ക് കിടക്കാം. അപ്പം നമ്മുടെ നോർത്ത് ഈസ്റ്റ് ചെന്നാൽ നമുക്ക് ബർമയിലെത്തും. ബർമയിൽ നിന്ന് കുറച്ചും കൂടി നമ്മൾ കിഴക്കോട്ട് പോവുകയാണെങ്കിൽ, കിഴക്കും കുറച്ച് തെക്കോട്ട് പോകണം, തെക്ക് കിഴക്കായിട്ടാണ് ട്രാവൽ ചെയ്യേണ്ടത്. തെക്ക് കിഴക്കായിട്ട് ട്രാവൽ ചെയ്താൽ കരയിലൂടെ തന്നെ ബർമ കഴിഞ്ഞാൽ പിന്നെ അടുത്തത് തായ്ലൻഡാണ്. തായ്ലൻഡിലൂടെ വീണ്ടും നമ്മൾ സഞ്ചരിച്ചു കഴിഞ്ഞാൽ അടുത്തത് വരുന്നത് കംബോഡിയയാണ്. കംബോഡിയ കഴിഞ്ഞാൽ പിന്നെ മലേഷ്യ വരും, ഏറ്റവും അവസാനം സിംഗപ്പൂർ വരും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഡ്രൈവ് ചെയ്ത് ഈ ബർമയിലും, അത് കഴിഞ്ഞ് തായ്ലാൻഡിലും, അത് കഴിഞ്ഞ് കംബോഡിയയിലും, അത് കഴിഞ്ഞ് മലേഷ്യയിലും, പിന്നീട് സിംഗപ്പൂർ വരെയും പോകാം. അവിടെ ഇടയ്ക്കൊന്നും കടൽ വരുന്നില്ല. അങ്ങ് സിംഗപ്പൂരാണ് ഏറ്റവും അവസാനം കടലിലേക്ക് ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നത്. ഈ പറയുന്ന മലേഷ്യയും കടലിൻ്റെ ഉള്ളിൽ തന്നെ ഉള്ള ഒരു കടലിലേക്കാണ്. അതിൻ്റെ 2 ഭാഗം കടലാണ്. നേരെ മറിച്ച് തായ്ലാൻഡിൻ്റെയും കംബോഡിയയുടെയൊക്കെ ചെറിയൊരു ഭാഗം മാത്രമാണ് കടലിലേക്ക് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നത്. കടലുണ്ട്, ധാരാളം കടൽ ബോർഡറുണ്ട്. ഈ തായ്ലൻഡും കംബോഡിയയും മലേഷ്യയും ഒക്കെ ഈ തായ്ലൻഡ് ഉൾക്കടൽ എന്ന് പറയുന്ന ഒരു ഉൾക്കടലിനെ ചുറ്റും കിടക്കുന്ന ഒരു പോലെ ഇങ്ങനെ ഒരു ഉൾക്കടൽ ഫോം ചെയ്യുന്നുണ്ട്. അതിന് ചുറ്റുമാണ് ഈ തായ്ലൻഡ്, മലേഷ്യ, കംബോഡിയ ഒക്കെ വരുന്നത്. അതിൻ്റെ ബാക്കിലായിട്ട് വിയറ്റ്നാം വരുന്നുണ്ട്. അപ്പം ഈ രാജ്യങ്ങളൊക്കെ ഏകദേശം അതിൻ്റെ ജിയോഗ്രാഫിക് ലൊക്കേഷൻ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതങ്ങനെ ഒത്തിരി ദൂരെയുള്ള രാജ്യമൊന്നുമില്ല, ഇന്ത്യയിൽ നിന്ന് വളരെ അടുത്തുള്ള രാജ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ എത്നിക് ഒറിജിനിലെ ഇന്ത്യക്ക് വലിയ പ്രാധാന്യമുണ്ട്. അവിടെയുള്ള ജനത്തിനിടയിൽ അവരുടെ കൾച്ചറൽ കാര്യങ്ങളിൽ ഇന്ത്യൻ ഇൻഫ്ലുവൻസ് ഉണ്ട്. കാരണം അത് കരയിലൂടെ കടന്നു പോകാൻ പറ്റുന്ന സ്ഥലമാണല്ലോ. മാത്രമല്ല, ഈവൻ DNA വിവാഹം വഴി ബന്ധപ്പെട്ടിട്ടുള്ള അടുത്തടുത്ത ജനറേഷനുകളിൽ ഇന്ത്യൻ ബ്ലഡ് ഇതിനകത്ത് കലർന്നിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് ചൈനീസ് ബ്ലഡും ഉണ്ട്. ചൈനയുമായിട്ടും ഇവർക്ക് കരവഴി ബന്ധപ്പെടാൻ സാധിക്കും. പക്ഷേ ഈ തായ്ലൻഡിനാവട്ടെ കംബോഡിയയ്ക്കാവട്ടെ വളരെ വലിയ BC കാലഘട്ടത്തിലെ 10,000, 20,000, 30,000 വർഷം പുറകോട്ട് നീളുന്ന വലിയ ചരിത്രമുണ്ട്. പണ്ട് മുതലേ മനുഷ്യവാസമുള്ള സ്ഥലമാണ്. അവിടെ എത്നിക് ഒറിജിൻസ് ഉണ്ട്. അവിടുത്തെ ട്രൈബ്സ് തന്നെ രൂപപ്പെട്ട് വന്ന ആളുകൾ തന്നെയാണ് ബേസിക്കലി അവിടുത്തെ ജനത എന്ന് പറയുന്നത്. ഏതെങ്കിലും സ്ഥലത്ത് നിന്ന് ഇന്ത്യയിൽ നിന്ന് മൈഗ്രേറ്റ് ചെയ്തെത്തിയവരോ അല്ലെങ്കിൽ ചൈനയിൽ നിന്ന് മൈഗ്രേറ്റ് ചെയ്തെത്തിയവരോ ഒന്നുമല്ല. അവിടെ തന്നെ ഉണ്ടായിരുന്ന എത്നിക് ട്രൈബ്സ് ഫോം ചെയ്ത് ഉണ്ടായിട്ടുള്ള ജനസമൂഹങ്ങൾ തന്നെയാണത്. അവരുടെ റിലീജിയൻ പ്രധാനമായും ബുദ്ധിസ്റ്റ് റിലീജിയനാണ്. 90-95% ആളുകളും ബുദ്ധിസ്റ്റുകളാണ്. പിന്നീട് പേരിന് മാത്രം ഇസ്ലാമും കുറച്ച് ക്രിസ്ത്യനും അപൂർവമായി ഹിന്ദുവിസം ഉണ്ട്. പക്ഷെ ഹിന്ദുവിസം പേരിന് മാത്രമേ ഉള്ളൂ എങ്കിലും ഇപ്പോഴത്തെ ഈ പ്രശ്നത്തിന്റെ പിന്നിലുള്ളത് ഒരു ഹിന്ദു ടെമ്പിളാണ്. 2 ഹിന്ദു ടെമ്പിളുകളുണ്ട് അവരുടെ ബോർഡറിലുള്ള ഹിന്ദു ടെമ്പിൾ. അപ്പോൾ നമുക്ക് അതിലേക്ക് വരാം. അപ്പം അതിന് മുൻപ് അവിടുത്തെ കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്കിങ്ങനെ നോക്കാം, ഇതിന്റെ ബേസിക് ആയിട്ടുള്ള. അപ്പം നമ്മൾ പറഞ്ഞതുപോലെ കരയിലൂടെ ബന്ധമുള്ളത് കൊണ്ട് അവിടെ കൾച്ചറൽ റിലേഷൻ എന്ന് പറയുന്നത് ചൈനയുമായിട്ടുമുണ്ട്, ഇന്ത്യയുമായിട്ട് കൾച്ചറൽ റിലേഷൻ ഉണ്ട്. അവരുടെ DNA ചൈനീസ് ബ്ലഡും മംഗോളിയൻ ബ്ലഡും ഇന്ത്യൻ ബ്ലഡും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. കാരണം ഇതൊക്കെ എത്രയോ നൂറ്റാണ്ടുകളായിട്ട് അല്ലെങ്കിൽ സഹസ്രാബ്ദങ്ങളായിട്ട് പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന ലാൻഡുകളാണ്. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും കച്ചവട ബന്ധങ്ങളും ആളുകൾ പോയി വന്നുള്ള ബന്ധങ്ങളും ഒക്കെ ഉണ്ട്. അതിനനുസരിച്ചുള്ള കൾച്ചറൽ ആസ് വെൽ ആസ് DNA എക്സ്ചേഞ്ച് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. ഇനി പിന്നീട് റീസെന്റ് ആയിട്ടുള്ള ഹിസ്റ്ററിയിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഈ ഏഷ്യൻ രാജ്യങ്ങൾ പ്രധാനമായിട്ടും യൂറോപ്യൻ രാജ്യങ്ങൾ കോളനൈസ് ചെയ്തിരുന്ന കാര്യം നമുക്കറിയാം. നമ്മളുടെ രാജ്യം ബ്രിട്ടൻ കോളനൈസ് ചെയ്തിരുന്നതാണ്. അതിനു മുൻപ് മുഗളന്മാർ ഭരിച്ചിരുന്നതാണ്.
നേരെ മറിച്ച് തായ്ലാന്റ് എന്ന് പറയുന്നത് ഒരു കാലത്തും അങ്ങനെ ആരും ഭരിച്ചിരുന്നില്ല, അവിടുത്തെ തന്നെയാണ് ഭരിച്ചിരുന്നത്. അതൊരിക്കലും കോളനൈസ് ചെയ്യപ്പെട്ടിരുന്നില്ല. അതിന്റെ ഒരു കാരണം തായ്ലൻഡിന് ഇപ്പുറത്തേക്കുള്ളത്, അല്ലെങ്കിൽ തായ്ലൻഡിന് കിഴക്കോട്ടുള്ളതെല്ലാം തായ്ലൻഡിന് പടിഞ്ഞാറോട്ടുള്ളതെല്ലാം ബ്രിട്ടീഷ് കോളനികളും തായ്ലൻഡിന് കിഴക്കോട്ടുള്ളതെല്ലാം ഫ്രഞ്ച് കോളനികളുമാണ്. അപ്പം ഈ ഫ്രഞ്ച് കോളനികളും ബ്രിട്ടീഷ് കോളനികളും തമ്മിലുള്ള ഒരു ബഫർ ലാൻഡ് എന്ന നിലയിൽ തായ്ലൻഡിനെ കോളനൈസ് ചെയ്യേണ്ട എന്ന് ഫ്രാൻസും ഇംഗ്ലണ്ടും തമ്മിലൊരു ധാരണയിലെത്തി. അങ്ങനെ ഒരു ബഫർ ലാൻഡ് ആയിട്ട് ഈ തായ്ലൻഡിനെ അവിടെ നിലനിർത്തി. അതുകൊണ്ട് തായ്ലൻഡ് ഒരിക്കലും കോളനൈസ് ചെയ്യപ്പെട്ടില്ല. നേരെ മറിച്ച് തായ്ലൻഡിന്റെ കിഴക്ക് ഭാഗത്തുള്ള കംബോഡിയ ഫ്രഞ്ച് കോളനി ആയിരുന്നു. ഒരു 200-250 വർഷത്തോളം 1955 വരെ അതൊരു ഫ്രഞ്ച് കോളനി ആയിരുന്നു. അപ്പോൾ ഫ്രഞ്ച് കോളനൈസ് ചെയ്തു വെച്ചിരുന്ന ഈ സ്ഥലം പിന്നീട് അവർക്ക് സ്വാതന്ത്ര്യം കിട്ടി. സ്വാതന്ത്ര്യം കിട്ടിയപ്പം അതിന് തൊട്ടടുത്ത് വിയറ്റ്നാം ഉണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇൻഫ്ലുവൻസ് വന്നു. അപ്പൊ അവിടെ കംബോഡിയയിൽ ഒരുപാട്, നമ്മൾ പോൾപോട്ട് എന്നുള്ള പേരെ കേട്ടിട്ടുണ്ട്. കമ്മ്യൂണിസത്തിന്റെ വലിയ തേർവാഴ്ച വരികയും ജീനോസൈഡ് ഉണ്ടാവുകയും ലക്ഷക്കണക്കിന് മനുഷ്യർ കൊല്ലപ്പെടുകയൊക്കെ ചെയ്ത കഥകളൊക്കെ നമുക്ക് കേൾക്കാം. അപ്പം ഇപ്പോഴത്തെ ഒരു കറണ്ട് പൊളിറ്റിക്സിൽ തായ്ലൻഡിലെ CPP, കംബോഡിയൻ പീപ്പിൾസ് പാർട്ടി എന്ന് പറയുന്ന പാർട്ടിയാണ് ഭരിക്കുന്നത്. അത് കമ്മ്യൂണിസ്റ്റ് അല്ല, പക്ഷേ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ തന്നെ ഫോം ചെയ്തു വന്ന ഒരു പാർട്ടിയാണത്. അതുകൊണ്ട് തന്നെ അതിന് ഓട്ടോക്രാറ്റിക് സംസ്കാരമുണ്ട്. നേരെ ചൊവ്വേ ഇലക്ഷൻസ് നടത്താതെ അധികാരം കയ്യിലടക്കി വെച്ച് പേരിന് ഇലക്ഷനൊക്കെ നടത്തി സ്ഥിരമായിട്ട് ഒരു ഭരണകൂടം അവിടെ ഭരിക്കുന്ന ഒരു സംവിധാനമാണുള്ളത്. നമുക്ക് ഒറ്റ നോട്ടത്തിൽ അത് ഡെമോക്രാറ്റിക് ആണെന്ന് നമുക്ക് തോന്നുമെങ്കിലും വാസ്തവത്തിൽ അത് ഓട്ടോക്രാറ്റിക് ആണ്. ഒരു സംഘം ആളുകൾ ഭരണം പിടിച്ചെടുത്ത് വെച്ച് പേരിന് ഇലക്ഷൻ നടത്തി, നമ്മളുടെ എർദോഗനൊക്കെ പോലെ, തുർക്കിയിലെ എർദോഗനെയൊക്കെ പോലെ പേരിന് ഇലക്ഷൻ നടത്തുന്നു, എന്നിട്ട് അധികാരം സ്വന്തം പേരിലാക്കുന്നു, അധികാരം കൈയാളുന്നു. ആ രീതിയിലുള്ള ഒരു ഭരണമാണ് ഇന്ന് കംബോഡിയയിലുള്ളത്. കമ്മ്യൂണിസം ഒന്നുമില്ല. പോൾപോട്ടിന്റെ കമ്മ്യൂണിസം ഒക്കെ പോയി. മുതലാളിത്ത വ്യവസ്ഥ തന്നെയാണ്, അല്ലെങ്കിൽ റൈറ്റ് വിങ് പോളിറ്റിക്സ് ആണ്. മുതലാളിത്തം എന്ന് പറയാൻ പറ്റില്ല, എന്നാൽ റൈറ്റ് വിങ് പോളിറ്റിക്സ് ആണ്. അപ്പൊ റൈറ്റ് വിങ് പോളിറ്റിക്സ് നടക്കുന്ന ഒരു രാജ്യമാണ് ഈ കംബോഡിയ. ഇനി തായ്ലൻഡിന്റെ സ്ഥിതി എന്ന് പറഞ്ഞാൽ അവിടെ മൊണാർക്കിയാണ്, അവിടെ രാജാവാണ്. അപ്പം ആ രാജഭരണത്തിൽ നിന്ന് അതിങ്ങോട്ട് മുക്തമായി വന്നിട്ടില്ല. കാരണം അത് ഒരു കാലത്ത് കോളനൈസ് ചെയ്യപ്പെട്ടില്ല. അതുകൊണ്ട് സ്വാതന്ത്ര്യ സമരം പോലത്തെ സാധനങ്ങൾ ഉണ്ടായിട്ടില്ല. ആ മൊണാർക്കി ഇങ്ങനെ തുടർന്നു വരികയാണ്. പേരിന് മാത്രമേ ഡെമോക്രസി അവിടെ ഉണ്ട്. ഒരു ഇലക്ടഡ് സെനറ്റ് ഉണ്ട്. ഇലക്ടഡ് സെനറ്റ് ഉണ്ടെങ്കിൽ കൂടി അധികാരം രാജാവിനാണ്. മാത്രമല്ല അതിനൊരു ഭരണഘടനയുമുണ്ട്. അപ്പം രാജാവിന് ഇഷ്ടം പോലെ ഭരിക്കുക എന്നുള്ളത്, ഒരു ഭരണഘടന അനുസരിച്ച് ഭരിക്കുക എന്നുള്ളതാണ്. ഭരണഘടനയിൽ റിവിഷൻസ് വന്നിട്ടുണ്ട്. 2017 ഏറ്റവും അവസാനമായിട്ട് ഭരണഘടന റിവൈസ് ചെയ്ത് ഏകദേശം ഒരു ഡെമോക്രാറ്റിക് രാജ്യത്തിന്റെ രീതിയിലൊക്കെ ആക്കി വെച്ചിട്ടുള്ള ഒരു സംവിധാനത്തിലെത്തിയിട്ടുള്ളത്. അപ്പൊ അങ്ങനെയുള്ള ഒരു ഭരണ സംവിധാനമാണ് ഈ തായ്ലാൻഡിലുള്ളത്. ഇനിയും ഇവരുടെ അലീജിയൻസ് വെച്ച് നോക്കിയാൽ കംബോഡിയ കുറേയൊക്കെ ചൈനീസ് സൈഡാണ്. ചൈനയുമായിട്ട് സ്ട്രാറ്റജിക് കരാറുകളുണ്ട് കംബോഡിയയ്ക്ക്. എന്നിരിക്കലും വ്യാപാര ബന്ധങ്ങൾ കൂടുതലുള്ളത് അമേരിക്കയുമായിട്ടാണ്. അപ്പൊ ഈ അമേരിക്കയുടെയും ചൈനയുടെയും ഇടയിൽ ബാലൻസ് ചെയ്ത് നിൽക്കുന്ന ഒരു ഇന്റർനാഷണൽ റിലേഷനാണ് കംബോഡിയയ്ക്കുള്ളത്. ചൈനീസ് സൈഡ് എന്ന് പറയാൻ പറ്റില്ല, എന്നാൽ പോലും ചൈനയുമായിട്ട് സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ് ഉണ്ട്. അമേരിക്കയുമായിട്ട് സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ് ഇല്ല, അമേരിക്കയുമായിട്ട് ബിസിനസ് പാർട്ട്ണർഷിപ്പ് ഉണ്ട്. അമേരിക്കയുമായിട്ട് നല്ല ബന്ധവുമുണ്ട്. അപ്പൊ അമേരിക്ക അത് ഈ വിയറ്റ്നാം യുദ്ധവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ് അമേരിക്കയായിട്ട് ഒരു വല്ലാതെ തെറ്റുന്നത്. വിയറ്റ്നാം യുദ്ധത്തിന്റെ സമയത്ത് ഈ കംബോഡിയയുടെ ഭാഗത്തേക്ക് കമ്മ്യൂണിസ്റ്റുകൾ കടന്നു കയറി ഒളിക്കുകയൊക്കെ ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ കംബോഡിയയുടെ നോർത്തേൺ റീജിയണിൽ ഏകദേശം ഒരു 30 കിലോമീറ്റർ ഉള്ളിലേക്ക് അമേരിക്ക കാർപ്പറ്റ് ബോംബിംഗ് ചെയ്തിരുന്നു. അപ്പൊ വലിയ തോതിൽ അത് വിയറ്റ്നാമിൽ നിന്ന് അവിടെ നിന്ന് വന്ന ഒളിപ്പോരാളികളെ ലക്ഷ്യം വെച്ചാണ് ബോംബിംഗ് നടത്തിയതെങ്കിലും കംബോഡിയയിൽ കയറി അമേരിക്ക ബോംബ് ചെയ്തു എന്ന ആ ഒരു സംഗതിയുടെ അടിസ്ഥാനത്തിലാണ് വാസ്തവത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളരുന്നത്. അങ്ങനെ ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളരുകയും സ്വാഭാവികമായിട്ട് അവർക്ക് ചൈനയുമായിട്ട് റിലേഷൻ ഉണ്ടാവുകയും ആ റിലേഷൻ പിന്നീട് ഒരു ചൈനയുമായിട്ടൊരു കമ്മ്യൂണിസ്റ്റ് റിലേഷൻ എന്നത് മാറി ഒരു സാധാരണ തരത്തിലുള്ള റിലേഷനായി തീർന്ന് ആ നിലയ്ക്കാണ് ഇപ്പോൾ ഇത് മുന്നോട്ട് പോകുന്നത്. ഇപ്പൊ US-ഉമായിട്ട് ഇവർക്ക് നല്ല ബന്ധമുണ്ട്. ചൈനീസ് സൈഡായിട്ടുള്ള ഒരു രാജ്യം നമുക്ക് പറയാൻ കഴിയില്ല, എങ്കിലും അവർക്ക് ബന്ധങ്ങൾ കൂടുതലുള്ളത് ചൈനയോടാണ് എന്ന് പറയേണ്ടി വരും അമേരിക്ക വെച്ച് നോക്കും. നേരെ മറിച്ച് തായ്ലൻഡിന് ചൈനയുമായി കാര്യമായ ബന്ധമില്ല. ചൈനയുമായിട്ട് മിനിമം ലിമിറ്റഡ് റിലേഷൻ സൂക്ഷിക്കുന്ന ഒരു രാജ്യമാണ് തായ്ലൻഡ്. അവർക്ക് കൂടുതൽ ബന്ധങ്ങളുള്ളത് അമേരിക്കയുമായിട്ടാണ്. നാറ്റോയുടെ പുറത്തുള്ള ഒരു അലൈ എന്ന നിലയ്ക്കാണ് തായ്ലൻഡ് അമേരിക്കയുമായിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഈ സെക്കൻഡ് വേൾഡ് വാറിന്റെ സമയത്ത് വാസ്തവത്തിൽ അമേരിക്കയ്ക്കെതിരായി പൊരുതിയ രാജ്യമാണ് ഈ തായ്ലൻഡ്. സെക്കൻഡ് വേൾഡ് വാറിന്റെ ഏകദേശം അവസാന ഘട്ടത്തിൽ 1944 കാലഘട്ടത്തിലൊക്കെ ഇവര് ജപ്പാനുമായിട്ട് യോജിക്കുകയും അങ്ങനെ ജപ്പാനുമായിട്ട് യോജിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കംബോഡിയയുടെ കുറെ പ്രദേശങ്ങൾ ഇവർ പിടിച്ചെടുക്കുകയും ചെയ്തു. അപ്പൊ ഇവർക്ക് ഇന്നിപ്പോ ഈ ബോർഡർ ഡിസ്പ്യൂട്ട് വരുന്ന ഏരിയകളിലൊക്കെ
കുറെ അധികം സ്ഥലങ്ങൾ അന്ന് തായ്ലൻഡ് സെക്കൻഡ് വേൾഡ് വാറിന്റെ സമയത്ത് കംബോഡിയയിൽ നിന്ന് പിടിച്ചെടുത്തിരുന്നു. പക്ഷെ സെക്കൻഡ് വേൾഡ് വാറിൽ ജപ്പാൻ പരാജയപ്പെട്ട കഥയൊക്കെ നമുക്കറിയാം. കഴിഞ്ഞ ദിവസം തന്നെ മറ്റേ ആറ്റം ബോംബ് ജപ്പാനിട്ട കഥയൊക്കെ നമ്മൾ പറഞ്ഞതാണ്. ആ സമയത്ത് ജപ്പാൻ ദയനീയമായി പരാജയപ്പെടുന്നു, കീഴടങ്ങുന്നു. അങ്ങനെ സ്വാഭാവികമായിട്ടും കംബോഡിയയിൽ നിന്ന് തായ്ലൻഡിന് പിൻവാങ്ങേണ്ടി വരുന്നു. അവർ പിടിച്ചെടുത്ത സ്ഥലങ്ങളൊക്കെ തിരിച്ചു കൊടുക്കേണ്ടി വരും. അപ്പൊ ഇവരുടെ ഈ പറയുന്ന ഒരു ഡിസ്പ്യൂട്ട്, ഇപ്പൊ കറണ്ട് ഇഷ്യൂ എന്ന് പറയുന്നത് പ്രധാനമായിട്ട് 2-3 ഹിന്ദു ടെമ്പിൾസിനെ ചൊല്ലിയാണ്. ഈ പറയുന്ന തായ്ലൻഡിനും കംബോഡിയയ്ക്കും ഏകദേശം 800 കിലോമീറ്റർ ലാൻഡ് ബോർഡർ ഉണ്ട്. 800 കിലോമീറ്റർ ആണ് തായ്ലൻഡും കംബോഡിയയും തമ്മിലുള്ള ബോർഡർ. ഈ ബോർഡർ പല സ്ഥലത്തും ഡിഫൈൻഡ് അല്ല. ഇപ്പൊ ഈ പറയുന്ന ഫ്രഞ്ച് കോളനി ആയിരുന്ന കാലത്ത് ഫ്രഞ്ച് കോളനി അധികാരികളും തായ്ലൻഡിലെ രാജാവും കൂടി ഒത്തുചേർന്ന് ഈ ഏരിയ, ഈ ബോർഡർ ഡിമാർക്കേറ്റ് ചെയ്യാനുള്ള കാര്യമായ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. അങ്ങനെ 1904 നടന്ന ഒരു ശ്രമത്തിന്റെ ഭാഗമായി പ്രധാനപ്പെട്ട 2 ഹിന്ദു ടെമ്പിളുകൾ തായ്ലൻഡിന്റെ ഭാഗത്തായിട്ട് മാർക്ക് ചെയ്യപ്പെട്ടിരുന്നു. പിന്നീട് 1904 സർവേയുടെ കാര്യമാണ് പറയുന്നത്. വീണ്ടും ഇതേ കമ്മിറ്റി തന്നെ 1908 ചില സംശയങ്ങൾ തീർക്കാനെന്ന പേരിൽ വീണ്ടും ഇവര് സർവേ നടത്തുകയും ആ സർവേ പ്രകാരം 1908 സർവേ പ്രകാരം 2 പ്രധാനപ്പെട്ട ഹിന്ദു ടെമ്പിളുകൾ കംബോഡിയയുടെ ഭാഗമായിട്ട് മാർക്ക് ചെയ്യപ്പെടുകയും ചെയ്തു. അപ്പൊ അത് 1908 കംബോഡിയയുടെ ഭാഗമായിട്ട് മാർക്ക് ചെയ്യപ്പെട്ടതാണ്. അത് അങ്ങനെ തുടർന്നു പോകുന്നതിന് ശേഷം ഈ പറയുന്ന സെക്കൻഡ് വേൾഡ് വാറിന്റെ സമയത്ത് തായ്ലൻഡ് ഈ പിടിച്ചെടുത്ത കൂട്ടത്തിൽ ഈ 2 പ്രധാനപ്പെട്ട ഹിന്ദു ടെമ്പിൾ കൂടാതെ വേറെ ഹിന്ദു ടെമ്പിളുകളുണ്ട്. ശിവന്റെ പേരിലുള്ള ടെമ്പിളുകളാണ് ഇവ വീണ്ടും പിടിച്ചെടുക്കപ്പെടുകയും തായ്ലൻഡ് പിടിച്ചെടുത്തു. പിന്നീട് അവരത് തിരിച്ചു കൊടുത്തു കഴിഞ്ഞിട്ട് ഈ ഡിസ്പ്യൂട്ട് ഇങ്ങനെ നടന്നു. ഞങ്ങളുടേതാണ് നിങ്ങളുടേതാണെന്ന് ഡിസ്പ്യൂട്ട് നിന്നു. അത് ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ടിൽ എത്തുകയും 1962 ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട് 1908 മുതൽ തായ്ലൻഡ് ഇതിന്റെ മേലെ നിയമപരമായി ഒരു തർക്കം ഉന്നയിച്ചിരുന്നില്ലെന്നും 1908 സർവേ തായ്ലൻഡ് അന്ന് അംഗീകരിച്ചതാണെന്നും അത് പിന്നീട് ഈ യുദ്ധത്തിന്റെ കാലഘട്ടം വരെയും തായ്ലൻഡ് ഒരു പ്രാവശ്യം പോലും ചോദ്യം ചെയ്തിട്ടില്ല എന്നും യുദ്ധത്തിൽ പിടിച്ചെടുക്കുന്ന ഭൂമികൾ ഒരിക്കലും ഒരു രാജ്യത്തിന് സ്വന്തമാവുകയില്ല എന്നും അതുകൊണ്ട് ഈ അമ്പലങ്ങള്, ഈ ക്ഷേത്രങ്ങള് കംബോഡിയയുടെ ഭാഗമാണെന്നും ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട് അംഗീകരിച്ചു. അങ്ങനെ അംഗീകരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അത് കംബോഡിയയ്ക്ക് വിട്ടുകൊടുക്കേണ്ടി വന്നു തായ്ലൻഡിന്. പക്ഷെ തായ്ലൻഡ് പറയുന്നത് അവരൊരിക്കലും ഇത് അംഗീകരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇങ്ങനത്തെ ഓരോ ന്യായവാദങ്ങൾ ഉന്നയിച്ച് ഇടയ്ക്കിടയ്ക്ക് ഇതിനെ സംബന്ധിച്ച് ഡിസ്പ്യൂട്ടുകൾ ഉണ്ടാവുന്നു. ഈ സ്ഥലം മാത്രമല്ല, വേറെയും ബോർഡറിൽ ഡിസ്പ്യൂട്ടുകളുള്ള സ്ഥലങ്ങളുണ്ട്. ഇപ്പോൾ ഈ പ്രധാനപ്പെട്ട ഒരു ഹിന്ദു ടെമ്പിൾ, ഒരു ശിവ ടെമ്പിളിന് കംബോഡിയ വേലി കെട്ടാൻ ശ്രമിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോഴത്തെ കറണ്ട് ഇഷ്യൂ ഉണ്ടായത്. ആ കറണ്ട് ഇഷ്യൂവിന്റെ പേരിലാണ് ഇപ്പോൾ യുദ്ധം ഉണ്ടാവുകയും ഏകദേശം 100-ൽ താഴെ ആളുകൾ 2 ഭാഗത്തുമായിട്ട് ആൾനാശം ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത്. അതിനെ സംബന്ധിച്ചാണ് ഇപ്പോൾ അമേരിക്ക ഇടപെട്ട് അമേരിക്കയുടെ മധ്യസ്ഥതയിൽ ഒരു സമാധാന നീക്കം നടക്കുന്നു. വെടിനിർത്തലായി എന്നൊക്കെ പറയുന്നുണ്ട്. വെടിനിർത്തലായി എന്ന് പറഞ്ഞാലും അവിടെ വെടി പൊട്ടുന്നുണ്ട് എന്നാണ് ഇപ്പോഴും വരുന്ന വാർത്തകൾ പറയുന്നത്. അവിടെ യുദ്ധം തുടരുന്നുണ്ട് എന്ന് തന്നെയാണ്. അത് സ്റ്റോപ്പ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. അത് സ്റ്റോപ്പ് ചെയ്യാൻ സാധിക്കും എന്ന് വിചാരിക്കാം.